വർഷം 1996 ഇടുക്കിയിലെ സൂര്യനെല്ലിയിൽ 9ാം ക്ലാസ്സുകാരി പെൺകുട്ടിയെ സ്നേഹം നടിച്ച് തട്ടിക്കൊണ്ടുപോവുകയും തുടർന്നുള്ള 40 ദിവസം ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത അതിക്രൂര കഥ കേരളം മറന്നിട്ടുണ്ടാവില്ല. ഇതിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നത് 42 പേരായിരുന്നു. സംഭവം നടന്ന് പതിറ്റാണ്ടുകളേറെയായിട്ടും ആ കുടുംബം അനുഭവിക്കുന്ന വേദനയുടെ തീവ്രത ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു. കേസിൽ നീതി കിട്ടിയെങ്കിലും പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെയുള്ള സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തൽ ഇപ്പോഴും തുടരുകയാണ്. പെൺകുട്ടി നേരിട്ട സാഹചര്യം പരിഗണിച്ച് 2000-ലെ നായനാർ മന്ത്രിസഭ തീരുമാനത്തെ തുടർന്ന് വാണിജ്യ നികുതി വകുപ്പിൽ ജോലി ലഭിച്ചു. അവിടെ നിന്ന് ബാക്കി കിട്ടിയ ജീവിതം ജീവിച്ചു തുടങ്ങിയതായിരുന്നു പെൺകുട്ടി. എന്നാൽ പ്രതികളായവരുടെ ക്രൂരത അവിടെയും അവസാനിച്ചില്ല. പണത്തിന്റെ മേലെയുള്ള പിടിപാടിൽ പെൺകുട്ടിയെ 2012-ൽ കള്ളക്കേസിൽ കുടുക്കി ഒരാഴ്ചയോളം ജയിലിൽ അടച്ചു. തൊട്ടുപുറകെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വനിതാ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പെൺകുട്ടിയെ ജോലിയിൽ തിരിച്ചെടുത്തെങ്കിലും കേസ് നിലനിൽക്കുന്നുണ്ട്. ക്രൂരപീഡനത്തിന് ഇരയാക്കിയവർ മാന്യതയോടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോഴും സമൂഹത്തിൽ തലകുനിച്ച് ജീവിക്കേണ്ടി വന്ന പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ ഒന്ന് ഓർത്തു നോക്കണം. ഘോരഘോരം പ്രസംഗിക്കുന്ന മാധ്യമങ്ങൾ പോലും വേണ്ടത്ര വാർത്താ പ്രാധാന്യം അന്ന് ഇതിനു നൽകിയില്ല. ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അരാജകത്വം. പിന്നെയും പീഡന വാർത്തകൾ സംസ്ഥാനത്ത് തുടർക്കഥയായി. 1996 ഒക്ടോബർ 23-ന് ഇതിന് സമാനമായ കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിതുരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അയൽവാസിയായ അജിത ബീഗം തട്ടിക്കൊണ്ടുപോയി സുരേഷ് എന്ന വ്യക്തിക്ക് വിൽക്കുകയായിരുന്നു. തുടർന്ന് സുരേഷ് തൊട്ട് പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിയെ നിരന്തരമായി പീഡനത്തിനിരയാക്കി. 9 മാസം നീണ്ട അതിക്രൂര പീഡനമാണ് അന്ന് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. ഇതിൽ പ്രമുഖ നടൻ ജഗതി ശ്രീകുമാർ ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് വിതുര കേസ് വലിയ ചർച്ചാ വിഷയമായത്. കേസിലാകട്ടെ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ വർഷങ്ങൾ വേണ്ടി വന്നു. 2021-ലാണ് പ്രതി കൊല്ലം ജുബൈദ മൻസിലിൽ സുരേഷിന് 24 വർഷം തടവ് ശിക്ഷ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. കേസിലെ പ്രധാന സാക്ഷി അന്ന് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 1997-ലാണ് പന്തളം NSS കോളേജിലെ മലയാളം 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ യുവതിയെ കോളേജിലെ 4 അധ്യാപകർ ബലാത്സംഗത്തിനിരയാക്കിയ വാർത്ത വന്നത്. അശ്ലീല സംസാരത്തിൽ തുടങ്ങി അപമര്യാദയോടെ ശരീരത്തിൽ തൊട്ടുമായിരുന്നു തുടക്കം. തടയാൻ ശ്രമിച്ചെങ്കിലും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി 8 സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു. പിന്നീട് അധ്യാപകരുടെ സുഹൃത്തുക്കളായ ബിസിനസ്സുകാർക്കും പെൺകുട്ടിയെ പങ്കുവെച്ചു. അറിവ് പകർന്നു നൽകി വിദ്യാർത്ഥികൾക്ക് മാതൃകയാവേണ്ട അധ്യാപകർ തന്നെ അവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഇവിടെ നടന്നത്. ഒടുവിൽ പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ നൽകിയ പരാതിയിൽ അധ്യാപകരും സുഹൃത്തുക്കളും അഴിക്കുള്ളിലായി. എന്നാൽ മലയാളം ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനായ രാധാകൃഷ്ണൻ കേസ് നടക്കുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു. മറ്റൊരു അധ്യാപകനും 2ാം പ്രതിയുമായ ബി രവീന്ദ്രനാഥൻ പിള്ള ഹൈക്കോടതിയിൽ അപ്പീൽ പരിഗണിക്കവേ മരിച്ചിരുന്നു. ശേഷിച്ച 6 പേർക്ക് 11 വർഷത്തെ തടവ് ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. ഈ വാർത്തകൾക്കെല്ലാം പുറമെ ലോക ജനതയെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ക്രൂര സ്ത്രീ പീഡനത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരളം ഹണി റോസ് ബോച്ചെ സംഭവങ്ങളുടെ ലഹരിയിൽ അർമാദിക്കുമ്പോൾ പത്തനംതിട്ടയിലെ പട്ടികജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ 60ഓളം പേർ കൂട്ടമായി ചേർന്ന് വർഷങ്ങളോളം പിച്ചി ചീന്തിയ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. 13 വയസ്സ് മുതൽ താൻ പീഡനത്തിനിരയായതായി കായിക താരമായ പെൺകുട്ടി ക്ലാസ്സിൽ നൽകിയ കൗൺസിലിംഗിനിടെ വെളിപ്പെടുത്തുകയായിരുന്നു. 2019-ൽ പെൺകുട്ടിയുടെ കാമുകൻ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലും റോഡരികിലെ ഒരു ഷെഡിൽ വെച്ചും പെൺകുട്ടിയെ ആദ്യമായി പീഡനത്തിനിരയാക്കി. ശേഷം കാമുകനായ സുബിൻ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾക്ക് കൈമാറുകയും ചെയ്തു. പിന്നീട് സുബിൻ സുഹൃത്തുക്കളുമായി ചേർന്ന് പെൺകുട്ടിയെ റബ്ബർ തോട്ടത്തിലെത്തിച്ച് സംഘം ചേർന്ന് പീഡിപ്പിച്ചു. പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന ഫോണിലേക്ക് പ്രതികളിൽ നിന്ന് പലരും നിരന്തരമായി അശ്ലീല ദൃശ്യങ്ങൾ അയക്കാറുണ്ടായിരുന്നു. സ്മാർട്ട് ഫോൺ ഉപയോഗം വശമില്ലാതിരുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയിലാകട്ടെ ഇതൊന്നും പെട്ടില്ല. വാട്സപ്പിൽ കിട്ടിയ ദൃശ്യങ്ങളിൽ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോയും ഉണ്ടായിരുന്നുവെന്നും ഇത് ഉപയോഗിച്ച് കൂടുതൽ പേർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സൂര്യനെല്ലി കേസ് നടന്ന വർഷം പോക്സോ നിയമം നിലവിൽ വന്നിരുന്നില്ല. അന്നത്തെ കേസിലെ പ്രതിപട്ടികയേക്കാൾ കൂടുതലുള്ള ആദ്യ കേസ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. 5 വർഷത്തിനിടെ 62 പേർ ലൈംഗികമായി ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടി പോലീസിൽ നൽകിയ മൊഴി. പ്രതിപട്ടികയിൽ വിദ്യാർത്ഥി വരെയുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കായിക താരമായ പെൺകുട്ടിയെ പരിശീലകർ പോലും ചൂഷണത്തിനിരയാക്കിയെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടിക ഇനിയും ഉയരാനാണ് സാധ്യത. സൂര്യനെല്ലി പീഡന കേസ് കേരളക്കരയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ഒന്നായിരുന്നു. സമാനമായ കേസ് തന്നെയാണ് പത്തനംതിട്ടയിലെ ദളിത് പെൺകുട്ടിക്ക് നേരെയുണ്ടായത്.
5 വർഷമായതുകൊണ്ട് തന്നെ പല ശാസ്ത്രീയ തെളിവുകളും നഷ്ടപ്പെടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയില്ലെങ്കിൽ കേസിന്റെ അന്വേഷണം സുഗമമായിരിക്കില്ല. കേരളം കണ്ടതിൽ ഏറ്റവും അതിഭീകരമായ പീഡനം നടന്നിട്ടും ദളിത് സംഘടനകളോ ആക്ടിവിസ്റ്റുകളോ വനിതാ സംഘടനകളോ ഈ വിഷയം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നില്ല എന്നത് തന്നെ ആശ്ചര്യമാണ്. 13 വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു പെൺകുട്ടി ആദ്യമായി ബലാത്സംഗത്തിന് ഇരയായതെന്നോർക്കണം. ഇത് പുറംലോകമറിഞ്ഞതാകട്ടെ 5 വർഷങ്ങൾക്കിപ്പുറം. കേസിന് വാളയാർ കേസിന്റെ അവസ്ഥയാകുമോ എന്നാണ് ജനത സംശയിക്കുന്നത്. വാളയാർ കേസിൽ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കുമെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. സമാനമായ രീതിയിൽ പത്തനംതിട്ട കേസിലും സംഭവിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്.